കൂടി രണ്ടുപേരും ദുഃഖിതരായി ഇങ്ങനെ ടെൻഷനായി, ഒരു ഭാഗത്ത് ഒരാൾ മറ്റൊരു ഭാഗത്ത് ഇയാൾ ഇങ്ങനെ വന്നിരിക്കുക, ദുഃഖിതരായി ഇങ്ങനെ വന്നിരിക്കുക, ഒന്നിനും ഒരു താല്പര്യമില്ല. ഇതും സിഹറിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള മെയിൻഡ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഞാൻ ഒറ്റപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ വരിക. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഈ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ മരിച്ചു പോവാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകും, അതുകൊണ്ട് മരിക്കാനൊരു തോന്നല് സിഹറിന്റെ ഭാഗമായി സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ വെറുക്കുന്ന മൈൻഡ്, നല്ലപോലെ സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കറിയാം, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ ചീത്ത രൂപത്തിൽ, അവർക്ക് വെറുക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുക, അത് അവരെ നമ്മിൽ നിന്നും അകറ്റാനുള്ള ശൈത്താന്റെ ഒരു പരിപാടിയാണ്. അങ്ങനെ കുടുംബം കലയിക്കാം, കൂട്ടുകാരെ കലയിക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആരോ നമ്മോട് എന്തോ പറയുന്നത് പോലെ ഒരു അശരീരി, ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തോന്നുക, മാനസികമായി തകരും. ആ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഭാര്യയോട് ഭർത്താവ് ചൂടാവും, ഭർത്താവ് ഭാര്യയോട് ചൂടാവും. അങ്ങനെ ആ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് പറയുന്നു. ഈ കാരണങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, കാണിക്കേണ്ടവരെ കാണേണ്ടതുണ്ട്. അള്ളാഹു കുടുംബജീവിതം സന്തോഷത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും